ഞാൻ കാർഡിയോളജി ഡോക്ടറാണ്, കാർഡിയോളജിസ്റ്റാണ്. നെയിം അക്സാന. Yo, доброе Оксана, доктор. Можно я скажу на видео в эту квартиру? ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് നമ്മൾ പുറത്തേക്കുള്ള വ്യൂ. ബാക്കിയൊക്കെ കാണിച്ചു തരാം. പാല് കാച്ചിൽ ഏറ്റവും നല്ല ടൈം എപ്പോഴാണ്? ദ്രാസ്വിച്ച്. അപ്പം കുറച്ചും കൂടി ഇരിക്കും, എന്നാലും രണ്ടാളെയും കാണുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒരു കേക്കും ചക്ക വറുത്തതും. അപ്പം ഇന്നത്തെ ഞങ്ങളെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്. ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇവിടെ കഷ്ടപ്പെട്ടിട്ട് ഹാപ്പി ആയിട്ടുള്ള ദിവസം എന്ന് പറയാം. അപ്പോൾ ഒരാൾ അവിടെ പശു. അപ്പൊ പറയോ മാഡം പറയൂ. ഓ പ്രത്യേകത ഓഫ് ടുഡേ ദിവസം നമ്മളുടെ പ്രോപ്പർട്ടിക്ക് മൂവ് ചെയ്യാം പട്ന. യെസ്, അതായത് ഞങ്ങൾ റഷ്യയിൽ വന്നിട്ട് കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടവർക്ക് അറിയാം, ഞങ്ങൾ പുതിയതായിട്ട് ഒരു ഫ്ലാറ്റ്, ഒരു അപ്പാർട്ട്മെന്റ് റെന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് അങ്ങോട്ടേക്ക് സാധനങ്ങളൊക്കെ മാറ്റിയാണ്. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പാലിയാച്ചിലൊക്കെ ഉണ്ടാവും. അപ്പം സോ ഹാപ്പി. ഹോം ടൂർ ഉണ്ട്, പേടിക്കേണ്ട, ഹോം ടൂർ വരും. ഇന്നലെ കീ കിട്ടി, പക്ഷെ ഇവിടെ നമ്മള് ചെക്കൗട്ട് നാളെ. അപ്പൊ ഇന്ന് ഓണറോട് പറഞ്ഞിട്ട് ഇന്ന് ചെക്കൗട്ട് ആക്കിയിട്ട് അങ്ങോട്ട് സാധനങ്ങളൊക്കെ മൂവ് ചെയ്തിട്ട്. സാധനങ്ങൾ മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങള് കുറെ ഒന്നും വിചാരിക്കരുത്. അതായത് രണ്ട് പെട്ടി പിന്നെ ശിങ്കുവിന്റെ ഹോസ്റ്റലിൽ പോയിട്ട് അവിടെ കുറച്ച് പാത്രങ്ങൾ. അപ്പൊ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നുമില്ലല്ലേ? വേറെ ഒന്നുമില്ലല്ലോ. ആണോ? ശിങ്കു ഹോസ്റ്റലിൽ മാറുന്നില്ല കേട്ടോ. ശിങ്കു ഹോസ്റ്റലിൽ തന്നെയാണ് താമസം. ഹോസ്റ്റലും പിന്നെ നമ്മളെ റൂമും തമ്മിൽ എത്ര 100-200 മീറ്റർ വ്യത്യാസമല്ലേ ഉള്ളൂ. അത്ര വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ശിങ്കുവിന് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ റൂമിലോട്ട് വരാം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ശിങ്കു ഹോസ്റ്റലിൽ തന്നെ പഠിക്കട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 3 months കഴിഞ്ഞാൽ ഞാൻ പോവും. പിന്നെ MBBS ലാസ്റ്റ് ഇയർ ആണ്, ക്രൂഷ്യൽ ഇയർ ആണ്. അപ്പോൾ കുറേ പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഓള് പിന്നെ ഹോസ്റ്റലിൽ നിന്നൊക്കെ പഠിക്കട്ടെ. ഞാൻ കാരണം ഓള് തോറ്റ് കഴിഞ്ഞാലേ ഓളെ വാപ്പ എന്നെ പറയും. ഓളെ വാപ്പ ഒറ്റ കാര്യം എന്നോട് പറഞ്ഞിട്ടുള്ളൂ, ജയിപ്പിച്ചേക്കണേ മക്കളെ. ജയിക്കൂലേ? ജയിക്കോ? കപ്പ് മുഖ്യം മുകിലേ. ഇത്ര ജയിച്ചു, അതുകൊണ്ട് ഇത് ജയിക്കും. അപ്പോൾ നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ക്ലീനിങ് പിന്നെ സെറ്റപ്പ് ആക്കിയതിന് ശേഷം ഇതാണ് നമ്മൾ ഇന്ന അപ്പാർട്ട്മെൻറ്റ്. കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതാ ഈ ബാഗൊക്കെ എടുത്തിട്ട്, ഇതൊക്കെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാ എല്ലാ ഐറ്റംസും. അപ്പോൾ ഇതൊക്കെ എടുത്ത് ഇവിടെ നിന്നൊരു 10-700 മീറ്ററേ ഉള്ളൂ നമ്മളെ പുതിയ അപ്പാർട്ട്മെൻറ്റിലോട്ട്. പക്ഷേ ഈ ബാഗ് പൊന്തിച്ച് നടക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ടാക്സി പിടിക്കണം. അങ്ങനെ റൂം ഷിഫ്റ്റിംഗ് ആണ്. അപ്പം ഒന്ന് കുളിച്ച് മാറ്റണം. അപ്പം ഞാനൊന്ന് പോയി കുളിച്ച് മാറ്റട്ടെ. 12 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണ്ടേ? ഡ്രസ്സ് മാറ്റിയാൽ പോരെ? അപ്പോൾ എനിക്കൊന്ന് കുളിച്ച് മാറ്റണം. അതിനുശേഷം 12 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യണം അല്ലേ? ഇപ്പോൾ സമയത്തായി 10 മണിയായിട്ടേ ഉള്ളൂ, ടൈമുണ്ട്. അപ്പോൾ ലെറ്റ്സ് മൂവ് ടു അവർ. ഇത് ഈ ഉപ്പച്ച് ഒരേ കണക്കാ. എന്ത് സീരിയസ് ആയിട്ട് പറയുമ്പോൾ തീറ്റ. അപ്പോൾ നമ്മുടെ പുതിയ അപ്പാർട്ട്മെന്റിലോട്ട് മാറാം. പറയൂ. വേറൊന്നും വരുന്നില്ലല്ലേ പറയും. ഓക്കെ, നമ്മൾ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ശിങ്കുത റീചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ പെട്ടിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 2-3 ദിവസം ഉണ്ടാക്കിയ മസാല കാര്യങ്ങളൊക്കെയാണ്. അപ്പം ലെറ്റ്സ് ഗോ. എല്ലാം ഓഫാക്കി ഇവിടുത്തെ പണിക്കാരി വന്നിട്ട് ബാക്കിയുള്ള നോക്കിക്കോളും. നമ്മൾ താക്കോല് പുറത്ത് വെച്ചാൽ മതി. കോഡുണ്ട്, ആർക്കും അടിച്ച് കയറാനൊന്നും പറ്റില്ല. കോഡറിയണം. അപ്പോൾ എന്നാ പോയാലോ? പോവാ. ഇതൊക്കെ നമ്മൾ താഴെ എത്തിക്കട്ടോ. ചെക്കൗട്ട് അടിച്ചോണ്ടിരിക്കുകയാണ്.
ലൈറ്റ് ഓഫ് ചെയ്യണം. കീ പൂട്ടിയിട്ട് ഇവിടെ ബോക്സിൽ. അതായത് ഇന്ത്യക്കാർ നിൽക്കുന്ന റൂം കംപ്ലീറ്റ്ലി എക്സ്ട്രാ ക്ലീൻ ആക്കിയിട്ട് വേണം കൊടുക്കാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രാജ്യത്ത് പോകുമ്പോൾ ഇന്ത്യക്കാർക്ക് റൂം കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂം വാങ്ങിയാൽ അത് വലിച്ചു വലിയിടും. അപ്പോൾ അടുത്ത ഇന്ത്യക്കാരൻ നല്ലവനായിരിക്കും, അത് വൃത്തി കൊണ്ടുനടക്കുന്നതായിരിക്കും. ചോദിന് റൂം കൊടുക്കില്ല. ദാറ്റ്സ് ഞാൻ പറയുകയാണ്, ഓരോ ഇന്ത്യക്കാർ യാത്ര ചെയ്യുമ്പോൾ അത് ഏത് രാജ്യത്തായാലും നിങ്ങൾ എന്താ മാക്സിമം വൃത്തി കൊണ്ടുനടക്കണം. അറ്റ്ലീസ്റ്റ് കച്ചറെങ്കിലും ഇഷ്ടല്ലേ ഷിങ്കു ഇത് അവിടെ ഇട്ട് ഞാൻ നല്ല ചീത്ത പറഞ്ഞിട്ട് റെഡിയാക്കിയതാ. ഭയങ്കര ക്ലീൻ ആയിരുന്നു. കീ എടുത്ത ബോക്സിൽ എന്തറിയോ, ഇന്ന് നമ്മളിങ്ങനെ ചെയ്താല് അടുത്ത വട്ടം വരുന്നവർക്ക് എന്ത് കിട്ടും? ഈ പെണ്ണുങ്ങളുള്ള റൂം കൊടുക്കും. വലിയ ഒരു ഇന്ത്യക്കാരന് റൂം ഇട്ട്. ഓ, കഴിഞ്ഞ വട്ടം വന്നിട്ട് ഒരു ടീംസ് എന്നേ പറയൂ. ഇവിടുത്തെ സിസ്റ്റം ഇത് പൂട്ടിക്കാം. ഇത് പൂട്ടിക്കാം. അപ്പുറത്തെ ആൾക്കാർ ഇത് തന്നെ തുറക്കാം. 300 അതന്നെ. ഇനി താഴെ എത്തിയിട്ട് കാണാല്ലേ. ആയിട്ട് വരുന്നുണ്ട്. ക്യാമറമാൻ ചിരിച്ചതോടെ അപ്പം ആദ്യം കുറച്ച് കൊണ്ടുവന്ന് വെച്ച് പാവം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓർഡർ എടുത്തിട്ടില്ല. അവിടെയാണ് 700 മീറ്റർ ദൂരം. ഇത് നടക്കൂല. 4 പെട്ടി പെട്ടി എത്തിച്ച് നമ്മ കടന്നു പോയി. മനസ്സിൽ വരാൻ ചാൻസ് ഉണ്ട് കേട്ടു. ഞരമ്പൊക്കെ അതാ പൊന്തി തരും. അയ്യോ, ഞാൻ ഭയങ്കര ഹാപ്പി. പുതിയ അപ്പാർട്ട്മെന്റ് പോലെ സ്വന്തമായിട്ടുള്ള അപ്പാർട്ട്മെന്റ്. ഇനി എന്റെ മിക്സി ഒക്കെ എനിക്ക് അവിടെ വെക്കാലോ. അവിടുന്ന് ഓടിക്കുമല്ലോ. എന്തിനാ പിന്നെ ആരും ഉപയോഗിക്കാതാണോ മിക്സി ഒക്കെ എല്ലാവരും ഉപയോഗിക്കണം. ഇവിടെ ഉള്ളവരും അങ്ങനെ മിക്സി ജ്യൂസ് ഉപയോഗിക്കാത്ത റഷ്യക്കാരോ. നിങ്ങളെങ്ങനെ അറിയാം? അരിമാവ് അതെത്ര മണിക്കൂറായിരിക്കുക. എന്നിട്ടോ അതും രാവിലെ എണീച്ചിട്ട് ഈ രാജ്യത്തെന്ന് വെച്ച് കഴിഞ്ഞാല് 6 മണിക്ക് മുന്നേ ഇപ്പൊ മിക്സി അടിക്കാനുണ്ടെങ്കിൽ ഒരടിക്കൂല. അതായത് അപ്പുറത്തെ ആൾ കിടന്നുറങ്ങിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അടിക്കാതെ 6 മണി വരെ വെയിറ്റ് ചെയ്തിരിക്കും. ഇവിടെ അങ്ങനെ ഒന്നല്ല, 5 മണിക്ക് അത് വ്യത്യാസമുണ്ട്. ഇവിടെ ഉള്ള എല്ലാവരും ജീവിക്കുന്ന അപ്പാർട്ട്മെന്റ് അങ്ങനെ അടുത്തടുത്ത സ്ഥലത്ത്. നമ്മുടെ നാട്ടില് കൊറേ പറമ്പ് വീട് അങ്ങനെ മനസ്സിലാക്കണം നമ്മള്. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഞാൻ ഓരോ രാജ്യത്ത് പോകുമ്പോൾ ഓരോ ആൾക്കാരെ കുറിച്ച്, ഓരോ രാജ്യക്കാരെ കുറിച്ച്, ഇന്ത്യക്കാരെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്ന എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ. നിങ്ങൾ രാവിലെ തന്നെ നിങ്ങളെ സ്മെല്ലടിക്കും. എന്താന്ന് ചോദിക്കും മസാല. പിന്നെ ഇവിടെ ഒരു റൂൾ എന്താണെന്നറിയോ? രാത്രി 10 മണിക്ക് ശേഷം പാട്ട്, ഒച്ചപ്പാടും ബഹളം നമ്മളെ നാട്ടിലും പറ്റില്ല. 10 മണിക്ക് ശേഷം അല്ല, ഇങ്ങനെ വീട്ടില് ചെറുതായിട്ട് പോലും പാട്ട് വെക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും ഉറങ്ങണ ടൈമാണ്. കഴിഞ്ഞ 3 ദിവസം നമ്മൾ ഇവിടെ ആയിരുന്നു. ഇപ്പോൾ വണ്ടി വരുന്നതിൻ്റെ ഒരു പോളമാണ്. ഇതതിൽ കയറോ ഇല്ലയോ എന്നാണ് എനിക്കൊരു ഡൗട്ട്. കയറിയായിരിക്കും അല്ലേ, നോക്കാം. ലെറ്റ്സ് സീ. വണ്ടി വരട്ടെ. മാറുന്നു. നമ്മൾ ടാക്സിയിൽ ഇവിടെ എത്തി. നമ്മൾ ലഗേജ് എല്ലാം എടുക്കട്ടെ കേട്ടോ.
Yes. Спасибо, до свидания. ബാഗെല്ലാം വെച്ച് ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുതിയ അപ്പാർട്ട്മെൻറ്റാ. ഇവിടെ എന്തില്ല, ലിഫ്റ്റ് ചെറുതാണുള്ളത്, വലുത് ഓപ്പൺ ആയിട്ടില്ല. ഊപ്പർ ചായക്ക് ഏതാ ഏതാണെന്ന് പറഞ്ഞോട് കണ്ട ആരെങ്കിലും വന്നാലേ ഗൈസ് ഇതില് അത് വേണ്ടല്ലേ, അത് മനസ്സിലാക്കാൻ പറ്റും. ഇതിലാണ് നമ്മളൊരു റൂം. അയ്യോ ഇത് വെക്കണം, ആക്സസ് അപ്പുറത്ത് ഇതല്ലേ അപ്പുറത്ത്. ആ അതന്നെ. ദിസ് ഈസ് അവർ റൂം കീ. ഓക്കെ, ഇംഗ്ലീഷിലൊക്കെയാണല്ലോ. ഇപ്പൊ റഷ്യൻസ് അപ്ഡേറ്റ് ആയി. യാൻഡെക്സിലൊക്കെ ഫുൾ ഇംഗ്ലീഷ്. എപ്പുറത്ത് കൂടെ വേണമെങ്കിലും കയറാം. സബർ കരോ. ഓക്കെ, again Sabah. ഫൈനലി നിന്നെ പെട്ടിനെ അവിടെ റൂമിലേക്ക് തരാം. എന്താ ആ നീയും ഇതും അത് ബുക്കോ എന്നിട്ട് ഇതവിടെ വെച്ചാൽ നമുക്ക് ഈ 2 ലഗേജിന്റെ വീഡിയോ അല്ലേ. അമ്മ ഇതിലെയാ വന്നതൊന്ന്. ആ ഒരെണ്ണം വർക്ക് ചെയ്യാത്ത ലിഫ്റ്റും ഒന്നും വർക്ക് ചെയ്യും. അല്ല അപ്പൊ മറ്റേത് താഴെ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് വരാം. ചെറിയതാ കോലമുണ്ട്, പൂട്ടിയാൽ മതി. അത് നല്ല ലോക്കാണ്. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ ലോക്കണേ മാത്രമായി. അയ്യോ Оксана, доктор. Можно я скажу на видео в эту квартиру? Конечно, мне Да, да, да. Я вчера говорила, вы кардиологист на больницу, это видео. Да, да, YouTube. сейчас я сделаю здесь. Хорошо, я нормально. Хорошо, нормально. Врач на кардиолог. Врач, ഡോക്ടറാണ്, കാർഡിയോളജിസ്റ്റ് ആണ്. നെയിം അക്സാന. Спасибо. Пожалуйста, живите, берегите все. Да, все здесь включено. Просто Да, розетки, розетка санузел, все. എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. Если надо готово, надо അറേഞ്ച് ചെയ്യാനേ. കുറച്ച് സാധനങ്ങൾ ഇതാണ്. കുറച്ച് സാധനങ്ങൾ ഞാനാ കുറച്ച് സാധനം അല്ല പെട്ടിയൊക്കെ എടുത്ത് വെക്കണേ. അപ്പാർട്ട്മെന്റ് വേറെ റൂം ടൂർ കാണിക്കാട്ടോ. ഇൻഷാല്ല എല്ലാം സെറ്റ് ആക്കിയിട്ട് കാണിക്കണ്ട, അതല്ലേ നല്ലത്. കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തതൊക്കെ വരാനുണ്ട്, കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ. പുതിയ അപ്പാർട്ട്മെന്റ്. ഓക്കെ, ഞങ്ങൾ എന്താക്കണം അറിയാം, ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് നമുക്ക് പാലുകാച്ചൽ നടത്തണം. അപ്പം പിന്നെ പേപ്പറും പെണ്ണെടുക്കുക. എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ അത്യാവശ്യത്തിന് വേണ്ടത് മാത്രം മതി. അത്യാവശ്യത്തിന് വേണമെന്താ, ഞാൻ ബെഡ്ഷീറ്റ് പറഞ്ഞേക്ക്, കുളിക്കുന്ന ടവല്, കണ്ടെയ്നേഴ്സ്, അതൊക്കെ പോലെ. പിന്നെ ബാക്കിയൊക്കെ എൻ്റെ ഉണ്ടല്ലോ, അടിച്ചു വാരിയൊക്കെ എൻ്റെ ഉണ്ട് ഹോസ്റ്റലിൽ ഉണ്ടത്. സമാധാനത്തിൽ ഇരിക്കട്ടെ.
ഇത് ബെഡാട്ടോ, ഇത് സോഫ ആക്കാം. വേറെ ഒരു എനിക്ക് തോന്നുന്നു ഒരു 4 days 5 days ബെഡ് വേറെ വരും. തൽക്കാലത്തേക്ക് ഇതാണ്. ഇതാണ് നമ്മള് പുറത്തേക്കുള്ള വ്യൂ. ബാക്കിയൊക്കെ കാണിച്ചു തരാം അടുത്ത ദിവസങ്ങളില്. പിന്നെ ഉമ്മ ഉമ്മ ഒരു ഡൗട്ട്, പാല് കാച്ചിന്റെ ടൈം എപ്പോഴാണ് ഏറ്റവും നല്ലത്? ഉമ്മ റേഞ്ചുള്ളടത്ത് ചെല്ലുമ്മ പ്ലീസ്. ഇല്ല ഒന്ന് കേറുമ്മ ഉള്ളില്. ഉമ്മ പൊരേന്റെ ഉള്ളിൽ കേറുമ്മ. ആ പാല് കാച്ചിൽ ഏറ്റവും നല്ല ടൈം എപ്പോഴാണ്? ആ പിന്നെ കാച്ചണം പാല് കാച്ചാം. ഇത് പറ ടൈം. രാവിലെ സുബൈസ്കരിച്ചിട്ട് നിന്ന് വൈകുന്നേരം അല്ല ഇനി എങ്ങനെ സുബൈസ്കരിച്ചിട്ട് പറ്റൂലല്ലോ, അപ്പൊ വൈകിട്ടാക്കല്ലേ? അപ്പൊ വൈകുന്നേരം രണ്ടാളെ നിസ്കരിച്ചിട്ട് അതോടെ പഠിച്ചു. അല്ല ഉച്ചക്കൊന്നും പറ്റൂല? അല്ലെങ്കിൽ അസറിന് നിസ്കരിച്ചിട്ട് അത് നിസ്കരിച്ചിട്ട് പഠിച്ചു. അല്ല അതിന്റെ മുന്നേ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക്? ഓ ശരി. അപ്പൊ എന്നിട്ട് പാല് കാച്ചല എന്തോ ഒരു ചടങ്ങ് എന്ത് ബിസ്മിയും കൂട്ടിയിട്ട് അടുപ്പത്താണ് വെച്ചത്. ബിരിയാണിയാ ഒപ്പം ചെയ്താ വെച്ചത്. പാലത്തിന് ടൈമൊക്കെ നല്ല അല്ല ഉപ്പച്ചി മൊട്ടടിച്ച് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ആരാണ് വീട്ടിൽ പാല് കാച്ചിനെന്തിനാ? നിങ്ങളെ പാല് കാച്ചിക്കോളെ പ്രശ്നം തിളച്ച് മറിയൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ ചിലർക്ക് അങ്ങണ്ടല്ലോ പാല് കാച്ചിട്ട് തിളച്ചിട്ട് മറിയണമെന്നല്ലേ, അതൊന്നും വേണ്ട. പാല് കാച്ചി നിങ്ങൾ കുടിച്ചോളി. ഡാഡി അപ്പം അതവിടെ സംസാരിക്കട്ടെ. അപ്പം നമ്മൾ അപ്പാർട്ട്മെന്റിലോട്ട് മാറി അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് പാല് കാച്ചൽ ഹോം ടൂർ എല്ലാം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യട്ടെ. അപ്പം ബൈ ബൈ.